ജൂലൈ 26 കാർഗിൽ വിജയദിനം. കോട്ടയം ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ ദിവസ രജത ജൂബിലിയും വിമുക്തപട ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് അങ്കണത്തിലെ യുദ്ധസ്മാരകത്തിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. 1999 കാർഗിൽ മലനിരകളിൽ രാജ്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കൾക്ക് രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിച്ചു. കോട്ടയം കളക്ടറേറ്റ് അങ്കണത്തിലെ യുദ്ധസ്മാരകത്തിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് NCC 16 കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മേജർ PK ജോസഫ്, DCRB DYSP P ജ്യോതികുമാർ, ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ഷീബ രവി എന്നിവരും യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാൾ വിഭജികയിൽ നടന്ന വിമുക്തപട ബോധവൽക്കരണ സെമിനാർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം ചെയ്തു. സൈനികരായി ജോലി ചെയ്തവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ഭാഗമായാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ്. നിങ്ങളുടെ ഇനിയുള്ള കാലഘട്ടവും രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നല്ലൊരു ജനതയെ, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, രാജ്യത്തോട് കൂറും നീതിയും പുലർത്തുന്ന പൗരന്മാരായിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അങ്ങനെ ആ ഇന്റഗ്രിറ്റി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വരും നാളുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ ഇനിയും നമ്മുടെ ധീര ജവാന്മാർക്ക് കഴിയട്ടെ. അതിനുള്ള സപ്പോർട്ടാകട്ടെ നമ്മുടെ ഈ ഓർമ്മ ദിവസങ്ങൾ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പറയുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായക് പ്രദീപ് കുമാറിന്റെ മാതാവ് സരളാദേവി, ലാൻസ് നായിക് KC സെബാസ്റ്റ്യന്റെ ഭാര്യ ആനി സെബാസ്റ്റ്യൻ എന്നിവരെ ജില്ലാ കളക്ടർ ചടങ്ങിൽ ആദരിച്ചു. കേണൽ ജഗ്ജീവൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സൈനികക്ഷേമ ഓഫീസർ ഷീബ രവി, ജില്ലാ സൈനിക ബോർഡ് വൈസ് പ്രസിഡന്റ് ഷാജി പ്ലാത്തോട്ടം, സൈനികക്ഷേമ ഓഫീസ് ഹെഡ് ക്ലർക്ക് ജോജൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ഷേമപ്രവർത്തനങ്ങൾ, സാമ്പത്തിക സഹായം, പെൻഷൻ പാർട്ട് 2 ഓർഡറിലെ സംശയ നിവാരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തലവടിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ബന്ദിച്ചെടികൾ നട്ടുകൊണ്ടാണ് തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സായുധ സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. സ്വജീവൻ വെടിഞ്ഞ് രാജ്യത്തെ സംരക്ഷിച്ച ധീരയോദ്ധാക്കളുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ബന്ദിച്ചെടികൾ നട്ടത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത് ഉദ്ഘാടനം നിർവഹിച്ചു. കാർഗിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെട്ട സഹോദരിമാരുടെ നേതൃത്വത്തിൽ ഇന്നവരൊക്കെ ആദരവ് അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ആക്രമിച്ച് പാകിസ്ഥാനിലെ സൈനികർ കടന്നു കയറുകയും ആ കടന്നു കയറിയ സ്ഥലം തിരിച്ചു പിടിച്ച് നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായി മാറ്റിയ ഒരു വലിയ പ്രവർത്തനമാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. അതിൽ നിരവധി ജവാന്മാരാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. ആ വിട്ടുപിരിഞ്ഞു പോയ ധീര ബലിദാനികൾക്ക് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നുകൊണ്ട് ആദരവ് അർപ്പിക്കുകയും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ആ ഓർമ്മയ്ക്കായി ഇന്ന് പൂക്കൾ ചെടികൾ നട്ട് അതിന്റെ ആ ഒരു യുദ്ധ സ്മരണ പുതുക്കുന്ന അവസരമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ അധ്യക്ഷയായിരുന്നു. എഞ്ചിനീയർ നിതീഷ് കുമാർ, ഉദ്യോഗസ്ഥരായ സുഗതമ്മ, രഞ്ജു,
ആശ, രാജി, മേറ്റുമാരായ സരിത, ശാന്തി പ്രകാശ് എന്നിവർ സംസാരിച്ചു. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികാഘോഷത്തിലാണ് രാജ്യം. ധീരയോദ്ധാക്കളുടെ സ്മരണ നിലനിർത്തുന്ന ഒരു കാർഗിൽ നമ്മുടെ നാട്ടിലുമുണ്ട്. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ആ കാർഗിലിലേക്ക് ഈ ഐതിഹാസിക വിജയദിനത്തിൽ ഒരു യാത്ര പോകാം. ജൂലൈ 26 കാർഗിൽ വിജയദിനം. കാർഗിൽ എന്ന പേര് കേൾക്കുമ്പോൾ ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ ദേശസ്നേഹം നിറയും. ഐതിഹാസികമായ ആ യുദ്ധവിജയത്തിൽ അവർ അഭിമാനം കൊള്ളും. ജീവൻ നൽകി രാജ്യത്തെ കാത്തവരുടെ സ്മരണകൾ അവർക്ക് പ്രചോദനമാകും. ധീരയോദ്ധാക്കളുടെ സ്മരണ നിലനിർത്താൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനത്തെയും സമീപ പ്രദേശങ്ങളിലെയും വിമുക്ത ഭടന്മാർ ഒത്തുചേർന്നപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ടായി മറ്റൊരു കാർഗിൽ. കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ഇവർ ഒത്തുചേർന്ന് എക്സ് സർവീസ്മെൻ അസോസിയേഷൻ എന്ന സംഘടന ഇവിടെ രൂപീകരിക്കുന്നത്. ഇത്തിത്താനം ചെമ്പുചിറയിലുള്ള ജംഗ്ഷനിൽ സ്ഥലം വാങ്ങി കെട്ടിടം പണിതു. കാർഗിൽ വാർ മെമ്മോറിയൽ ബിൽഡിംഗ് എന്ന കെട്ടിടത്തിന് പേരുമിട്ടു. ഇതോടെ പണ്ട് EMS മുക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം കാർഗിൽ ജംഗ്ഷനായി മാറി. ഇവിടെ മാടക്കട നടത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പുതുശ്ശേരി ഭാസ്കരനെ നാട്ടുകാർ EMS എന്നാണ് വിളിച്ചിരുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റ് പോരാട്ട വീര്യത്തിൻ്റെയും അടിയന്തരാവസ്ഥക്കാലത്തെ ഒളിവ് ജീവിതത്തിൻ്റെയും ഒക്കെ ഓർമ്മകളുമായി വിശ്രമ ജീവിതം നയിക്കുന്ന ഭാസ്കരന് EMS മുക്ക് കാർഗിൽ ജംഗ്ഷനായി മാറിയതിൽ തെല്ലും പരിഭവമില്ല. കാർഗിൽ എന്ന പേര് തന്നെയാണ് തനിക്കും ഇഷ്ടമെന്ന് EMSന്റെ കടുത്ത ആരാധകൻ കൂടിയായ ഭാസ്കരൻ പറയുന്നു. അത് നാട്ടുകാർ തന്നതാ, ഞാനൊന്നും ചെയ്തതല്ല. ആദ്യകാലത്ത് ഞങ്ങളൊരു 4-5 പേരേ ഉള്ളായിരുന്നു ഈ ചിന്താഗതിക്കാർ. അപ്പോൾ അവർ ആലോചിച്ചിട്ട് ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളൊരു പ്രയോഗമാണ്. എന്തിനു വന്നാലും കേസുണ്ടായാലും വഴക്കുണ്ടായാലും ഞങ്ങളൊക്കെ പ്രതികളായി. അടിയന്തരാവസ്ഥയ്ക്ക് ഞാൻ ഒഴിവില്ല. ആലപ്പുഴയായിരുന്നു. ഇവർക്ക് കിട്ടിയില്ല. അന്ന് കിട്ടിയിരുന്ന തല്ലും കിട്ടി. EMS എന്നുള്ള പേര് മാറിയിട്ടെ കാർഗിൽ എന്നുള്ള പേര് വന്ന എങ്ങനെയാണ്? സങ്കടം വല്ലതും ഉണ്ടോ? ഒരു സങ്കടം നമുക്ക് സങ്കടം തുറന്നില്ല. ഇന്ത്യൻ സേനയുടെ പോരാട്ട വീര്യത്തിന്റെ സ്മരണ നിലനിർത്തുന്ന ഈ കാർഗിലിലേക്ക് എത്താൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കണ്ണന്ത്രപ്പടി റൂട്ടിലൂടെ പോകുന്ന കോട്ടയം ബസ്സിൽ കയറിയാൽ മതി. കാർഗിൽ യുദ്ധം നടക്കുന്ന കാലത്ത് ഒരു ചായക്കടയും മുറുക്കാൻ കടയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചായക്കടയിലിരുന്ന യുദ്ധവാർത്തകൾ റേഡിയോയിലൂടെ കേൾക്കാൻ ആളുകൾ എത്തിയിരുന്നതായി നാട്ടുകാർ ഓർക്കുന്നു. യുദ്ധം ജയിച്ചപ്പോൾ കവലയിൽ വിജയാരവങ്ങളും മുഴങ്ങി. ഇന്ന് വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ മാത്രമല്ല, ഈ നാടാകെ കാർഗിൽ വിജയദിനം ആഘോഷിക്കുകയാണ്. എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച VK അനിൽകുമാറാണ് എക്സ് സർവീസ്മെൻ അസോസിയേഷന്റെ പ്രസിഡന്റ്. പ്രതീഷ് ചന്ദ്രനാണ് സെക്രട്ടറി. ആർമിയിൽ നിന്നും വിരമിച്ച മുതിർന്ന അംഗം ജോസഫ് മാമ്പള്ളിയെപ്പോലുള്ളവരുടെ പിന്തുണയും ഈ രാജ്യസ്നേഹികൾക്കുണ്ട്. ഏത് സൂചിക വെച്ച് നോക്കിയാലും കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ ആരോപിച്ചു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കുട്ടനാട്ടിലെ തരിശു നിലങ്ങളൊക്കെ ഹരിതാപമായെന്നും CS സുജാത പറഞ്ഞു. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി സരിൻ കുമാറിന്റെ സ്വീകരണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പിണറായി വിജയനെ എന്തെല്ലാം പറയും, മറ്റു മന്ത്രിമാരെ എന്തെല്ലാം പറയും, നമ്മൾ ഓരോരുത്തരെ എന്തെല്ലാം പറയും ഇല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്തത്, എന്തോ ഇവിടെട്ടാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്. കുറച്ച് മാധ്യമങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തുമാത്രം അപവാദമാണ് നമ്മുടെ ഗവൺമെന്റിനെയും ഇല്ല ഇടതുപക്ഷത്തെ എല്ലാം പറയുന്നത്. അവിടെ നമ്മൾ മറന്നു പോകുന്നു. ഏത് സൂചിക എടുത്ത് നോക്കിയാലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇല്ല. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരെ മാധ്യമങ്ങളൊന്നും പറയത്തില്ല. അതീവ ദരിദ്രർ വളരെ കുറഞ്ഞ സംസ്ഥാനം ഇല്ലേ? ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? നമ്മളന്ന് വീടിന്റെ കാര്യം, പെൻഷന്റെ കാര്യം, പള്ളിക്കൂടങ്ങളുടെ കാര്യം, ആശുപത്രിയുടെ കാര്യം ഇല്ലേ, കൃഷിക്കാരന് നെല്ലിന്റെ കാശ് കിട്ടും, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. നെല്ലിന്റെ വില വർദ്ധിപ്പിക്കാത്തത് ഇല്ലേ? അത് മാറി ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു. വലിയ മാറ്റങ്ങളല്ലേ ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ? ഒരു വലിയ മാറ്റങ്ങൾ വന്നു. കുട്ടനാട്ടുകാർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു 91 മുതൽ വളരെ നേരത്തെ SFI പ്രവർത്തകയായി വന്നു. ഈ നാടുമായിട്ടെല്ലാം നമുക്ക് നല്ല ബന്ധമുണ്ട്. അതിനുശേഷം ജനപ്രതിനിധിയായിരുന്ന ഘട്ടത്തിൽ മുതൽ ഇവിടുത്തെ പാടശേഖരങ്ങൾ എത്രമാത്രം തരിശുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പാടശേഖരത്തിന്റെ പേര് പറയും. ഇപ്പോൾ പഴയ തരിശൊക്കെ കേരള കോൺഗ്രസ് M നേതാവ് ജോസഫ് K നെല്ലുവേലി, NCP നേതാവ് ജിജോ ജോസഫ് നെല്ലുവേലി, CPIM നേതാക്കളായ R നാസർ, KK അശോകൻ, KK ഷാജു, G ഉണ്ണികൃഷ്ണൻ, MV പ്രിയ ടീച്ചർ, KR പ്രസന്നൻ, M കൃഷ്ണലത, CM അനിൽകുമാർ, D സലീംകുമാർ എന്നിവർ സംസാരിച്ചു.
പള്ളിക്കുട്ടുമ്മയിൽ നിന്ന് ആരംഭിച്ച ജാഥ വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷമാണ് കുഴിക്കാലയിലെത്തിയത്. മുട്ടാർ സെൻട്രൽ റോഡിൽ മുടങ്ങിക്കിടന്നിരുന്ന KSRTC സർവീസ് വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് സർവീസ് പുനരാരംഭിച്ചത്. മുട്ടാർ സെൻട്രൽ റോഡിന്റെയും കിടങ്ങറ ആർച്ചുപാലത്തിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷത്തിനു മുകളിലായി KSRTC സർവീസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. മുട്ടാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി എടത്വ ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകളാണ് ആരംഭിച്ചത്. കുട്ടനാട് MLA തോമസ് കെ തോമസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഏറെ സന്തോഷത്തോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം നമുക്കൊരു ബസ് റൂട്ട് കിട്ടുക, ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക. നാളുകളായിട്ട് ഇവരുടെ ഒരാവലാതിയായിരുന്നു. അത് ദിനേഷ് കുമാർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രി അതിനുള്ള തീരുമാനമെടുത്തു. എന്തായിരുന്നാലും മുട്ടാർ കിടങ്ങറ ചങ്ങനാശ്ശേരി എന്നുള്ള വണ്ടി ഓടാനായിട്ടുള്ള ഒരു സംവിധാനം അതിൻ്റെ മുട്ടാർ കൂടെ തന്നെ കയറി വരിക എന്നുള്ളതാണ് അല്ലേ. ചങ്ങനാശ്ശേരി ഇപ്പോൾ തന്നെ തിരിച്ചു വരും, ഇല്ലല്ലോ, ഒറ്റ റൂട്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പം പ്രസിഡന്റ് പറഞ്ഞത് 2.5 വർഷക്കാലമായിട്ട് നിന്നിരിക്കുകയായിരുന്നു. അത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് സ്റ്റേഷൻമാർഷനെ നടത്തരുത്, കണ്ടിന്യൂ ചെയ്യണം. കാരണം ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും MLAയുടെ ഭാഗത്തു നിന്ന് ഇതിനുണ്ടാകും. അതുകൂടാതെ ഈ സ്റ്റേഷൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. അപ്പോൾ അവരുടെ എല്ലാം കംപ്ലയിൻ്റ് അതാണ്. അവർക്ക് താമസിക്കാനുള്ള എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിനും ഡ്രൈവേഴ്സിനും താമസിക്കാനുള്ള സംവിധാനമില്ല. ഉള്ള സ്ഥലത്ത് വെള്ളം കയറുന്നു എന്നുള്ളതാണ്. അതന്നെയായ മുൻ MLA പ്രിയങ്കരനായ തോമസ് ചാണ്ടിയുടെ ഫണ്ട് കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിലോട്ട് അടിയന്തരമായി നിർമ്മിക്കാനായിട്ട് ഞാനിപ്പോൾ അത് FO ആയിട്ടും ADC ആയിട്ടും വിഷയം ഡിസ്കസ് ചെയ്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മെർലിൻ ബൈജു, ലതീഷ് കുമാർ, മോനിച്ചൻ ആന്റണി, KSRTC ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണക്കാരെ പ്രമുഖരായി കണ്ട ഉമ്മൻചാണ്ടിയെ അസത്യ ആരോപണങ്ങൾ ഉന്നയിച്ച് അധിക്ഷേപിച്ചവർക്ക് കാലം മാപ്പ് നൽകില്ലെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M. ലിജു കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ ഒരു ഭരണാധികാരി സാധാരണക്കാരനെ കാണുന്ന പ്രജയായിട്ടാണ്. ഞാൻ പൊന്നുതമ്പുരാനും താഴെ ഇരിക്കുന്ന ഈ പാവപ്പെട്ടവരൊക്കെ തന്നെ എൻ്റെ അടിമകളും എൻ്റെ പ്രജകളുമായതുകൊണ്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഔദാര്യമാണെന്ന ചിന്ത മനസ്സിലൂടെ പോവുകയാണ്. ഉമ്മൻചാണ്ടി സാധാരണക്കാരനെ കണ്ടത് പ്രജാദൈവം എന്നാണ്. അപ്പൊ അന്ന് അവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ യോഗത്തിന് നടക്കുന്ന സമയത്ത് അവിടെ സംസാരിച്ച ഒരു പ്രഗത്ഭനായ ബിഷപ്പ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു സംഭവം ഞാൻ അവിടെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ പുതുപ്പള്ളി പള്ളിയുടെ വാതുക്കൽ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പള്ളി സൈഡിലാണ്, പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മുഖം തിരിഞ്ഞിരിക്കുന്നത് പുറത്തേക്കാണ്, പള്ളിക്കകത്തേക്കല്ല. അപ്പൊ ബിഷപ്പ് തിരുമേനി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. സാധാരണഗതിയിൽ എല്ലാവരും പള്ളിക്കകത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പുറത്തേക്കാണ് നോക്കുക, കാരണം പുറത്താണ് ജനം. അപ്പൊ അദ്ദേഹത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ജനമാണ്. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളുടെയും സാരമായ ഒരു സന്ദേശം അതിനകത്തുണ്ട്. പലയിടത്തും പറയും ദൈവം നിങ്ങളെ കാണാൻ വന്നിരുന്നു. അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് അധ്യക്ഷനായിരുന്നു. DCC ഭാരവാഹികളായ സജി ജോസഫ്, ടിജിൻ ജോസഫ്, K. ഗോപകുമാർ, PT സ്കറിയ, അഡ്വക്കേറ്റ് M. രവീന്ദ്രദാസ്, P. സാബു, അഡ്വക്കേറ്റ് V. ഷുക്കൂർ, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, അലക്സ് മാത്യു, മധു ജനാർദ്ദനൻ, സിബി മൂലംകുന്നം, R. രാജുമോൻ, നീനു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ല വേങ്ങലിൽ കാറിൽ തീപിടിച്ച് 2 മരണം. തുകലശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഗണർ കാറാണ് കത്തിയമർന്നത്. ആത്മഹത്യയെന്ന നിഗമനത്തിൽ പോലീസ്. തിരുവല്ല വേങ്ങലിൽ പാടത്തോട് ചേർന്ന റോഡിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. സ്ഥലത്ത് പെട്രോളിങ്ങിനെത്തിയ പോലീസ് സംഘമാണ് വാഹനം കത്തുന്നത് ആദ്യം കണ്ടത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനു ശേഷമാണ് 2 മൃതദേഹങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുകലശ്ശേരി സ്വദേശി രാജു തോമസ്, ഭാര്യ ലൈജി എന്നിവരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ്.
തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ ചമ്പക്കുളം ചുണ്ടൻ നീരണിഞ്ഞു. കുട്ടനാടിന്റെ ആവേശം ഏറ്റുവാങ്ങി ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 7:15 നെഹ്റു ട്രോഫി മത്സരത്തിനായുള്ള ചമ്പക്കുളം ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ്. BBC പുന്നമടയും അത്ലറ്റിക്കോ ഡി ആലപ്പിയും സംയുക്തമായാണ് ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 50-ാം വർഷം ആഘോഷിക്കുന്ന ചമ്പക്കുളം ചുണ്ടന്റെ ഇത്തവണത്തെ ക്യാപ്റ്റൻ പ്രമുഖ വ്യവസായി സന്തോഷ് ടി കുരുവിളയാണ്. ലാൽ കുമരകമാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. പ്രദേശവാസികളായ തുഴച്ചിൽക്കാർക്ക് പുറമെ തദ്ദേശീയരായ പട്ടാളക്കാരും അത്ലറ്റിക്കോ ഡി ആലപ്പിയുടെ താരങ്ങളും തുഴയേറിയും. മുഖ്യാതിഥിയായി എത്തിയ ചലച്ചിത്ര താരം ടൊവിനോ തോമസിന് നീരണിയൽ ചടങ്ങ് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ഒരു കായിക വിനോദം എന്നുള്ളതിനപ്പുറം ഇതൊരു നാടിന്റെ ആവേശമാണ് എന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് കണ്ടറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചത്. ഇനി ഇതിന്റെ മത്സരങ്ങൾക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. 1ാം സ്ഥാനത്ത് ലഭിക്കട്ടെ. 2018 മുതൽ തുടർച്ചയായി ഫൈനലിലെത്തുന്ന വള്ളമാണ് ചമ്പക്കുളം. 1974 നീരണിഞ്ഞ ചമ്പക്കുളം ചുണ്ടൻ 89 UBC കൈനഗരിയിലൂടെ ആദ്യ നെഹ്റു ട്രോഫി കരസ്ഥമാക്കി. 2014 മെയ് 15 പുതിയ ചമ്പക്കുളം ചുണ്ടൻ നീരണിഞ്ഞത്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി തങ്ങൾ തന്നെ നേടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് പുന്നമട ബോട്ട് ക്ലബ്ബ്. മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി തലവടി ഗ്രാമപഞ്ചായത്തിൽ ഏകദിന ശില്പശാല നടന്നു. വെള്ളിയാഴ്ച രാവിലെ തലവടി ആതിര കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുജിമോൾ സന്തോഷ്, കൊച്ചുമോൾ ഉത്തമൻ, ബിന്ദു എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനു സുരേഷ്, കലാമധു, NP രാജൻ, വിനോദ് P മത്തായി, സെക്രട്ടറി GV വിനോദ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി KS അപ്പു എന്നിവർ സംസാരിച്ചു. കൈനഗരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂൾ ശതാബ്ദി നിറവിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കൈനഗരി സ്നേഹസദനിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് ജ്വാല പ്രയാണം സംഘടിപ്പിച്ചു. കൈനഗരി സ്നേഹസദനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു C കുളങ്ങര ജ്വാല തെളിയിച്ച് സിസ്റ്റർ റീമ CMCക്ക് കൈമാറി. റോഡ് മുക്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പട്ടണം, സബിത മനു, ലീന മോൾ, സ്കൂൾ മാനേജർ സിസ്റ്റർ കർമ്മല CMC, ഹെഡ്മിസ്ട്രസ് ജസമ്മ ജോസഫ്, PTA പ്രസിഡന്റ് പ്രിൻസ് P തോമസ്, ജനറൽ കൺവീനർ സബീഷ് നെടുമ്പറമ്പിൽ, സാനു പീറ്റർ എന്നിവർ ചേർന്ന് ജ്വാല സ്വീകരിച്ചു. ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിൻ്റെ 100 വർഷം പിന്നിടുന്ന ശതാബ്ദി ആഘോഷിക്കുന്ന ചരിത്രനിഷ്ഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്കും പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ജ്വാല ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്നേഹസദനത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞാൻ ഏറ്റുവാങ്ങി ഇപ്പോൾ ഇവിടെ സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകൾ, വരുന്ന 7 മാസങ്ങൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചും ഇതിൻ്റെ പഴയകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പുരോഗതിയെ സംബന്ധിച്ചും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചും പദ്ധതികളെ സംബന്ധിച്ചും വളരെ ഗൗരവകരമായി ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയായി, നാടിൻ്റെ ഉത്സവമായി, ഒരു സാംസ്കാരിക പരിപാടിയായി സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം ശതാബ്ദി ജ്വാല സ്കൂളിൽ പ്രതിഷ്ഠിച്ചു. മഴവില്ലെന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, അഖില കേരള ക്വിസ് മത്സരം,
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വരും മാസങ്ങളിൽ നടക്കും. ജനുവരി 22, 23, 24 തീയതികളിലായാണ് സമാപന പരിപാടികൾ. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള IHK ആലപ്പുഴ ജില്ലാ കോൺഫറൻസ് ജൂലൈ 28 ചേർത്തലയിൽ നടക്കും. ജില്ലാ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ അംഗത്വ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തുമെന്ന് IHK ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അങ്ങനെ ആലപ്പുഴയുടെ ഈ പ്രതിരോധ ഔഷധ വിതരണത്തിനെ സംബന്ധിച്ചുള്ളൊരു സെമിനാർ, ജില്ലാ സെമിനാർ 28-ാം തീയതി ഞായറാഴ്ച ചേർത്തല മൈത്രയിലെ ആൻജീസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഹോമിയോപ്പതി ചികിത്സയിൽ ഇന്ന് ധാരാളം ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ ഹോമിയോപ്പതിയെ പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശാശ്വതമായതും വളരെ ചെലവ് കുറഞ്ഞതുമായ ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി എന്ന് എല്ലാവർക്കും അറിയാം. ഹോമിയോപ്പതി ഡോക്ടർമാർ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ചികിത്സ നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ രോഗികൾ അവരുടെ മുമ്പിൽ എത്തുന്നുമുണ്ട്. അപ്പോൾ മഴക്കാല രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അലോപ്പതി ചികിത്സ മാത്രം മതി എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അതിനെതിരായിട്ട് ഞങ്ങൾ ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണെന്നും ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ ഫലപ്രദമായി വേഗം ഹോമിയോപ്പതി ഫലിക്കുമെന്നും ഉള്ളൊരു പ്രചരണം കൂടിയാണ് ഈ സന്ദർഭത്തിൽ നടത്തുന്നത്. ചേർത്തല മായിത്തറയിലെ ആൻജീസ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഡെലിഗേറ്റുകൾ പങ്കെടുക്കും. മഴക്കാല രോഗങ്ങളുടെ ചികിത്സയിൽ നൂതന ഹോമിയോപ്പതി ഔഷധങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ചകൾ നടക്കും. സയന്റിഫിക് സെഷനിൽ ഡോക്ടർ നസറുള്ള, ഡോക്ടർ ധനലക്ഷ്മി എന്നിവർ ക്ലാസുകൾ നയിക്കും. മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SG ബിജു സംഘടനാ മാർഗരേഖകൾ പരിചയപ്പെടുത്തും. IHK ചേർത്തല യൂണിറ്റ് ആതിഥേയത്വം വഹിക്കുന്ന പരിപാടിയിൽ സ്വാമി ആദരദാസ് അവാർഡ് ജേത്രി ഡോക്ടർ ഷമീന സലീം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡോക്ടർ മിനി ശ്യാം, ഡോക്ടർ KL വിനീത, ഡോക്ടർ അശ്വിൻ പണിക്കർ എന്നിവരെ ആദരിക്കും. ഡെങ്കിപ്പനി, പകർച്ചപ്പനി, മറ്റു മഴക്കാല രോഗങ്ങൾ എന്നിവ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ പ്രതിരോധ മരുന്നുകൾ ലഭ്യമാണെന്നും പൊതുജനങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തണമെന്നും IHK ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണമേഖല വൈസ് പ്രസിഡന്റ് ഡോക്ടർ മിനി ശ്യാം, സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അശ്വിൻ പണിക്കർ, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അസ്ലം, ജില്ലാ സെക്രട്ടറി ഡോക്ടർ KN കുമാരൻ, ട്രഷറർ ഡോക്ടർ രജികുമാർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ അറിയിപ്പുകൾ. തോട്ടപ്പള്ളി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലെ റെസ്ക്യൂ ബോട്ടിലേക്ക് ബോട്ട് ഡ്രൈവറെ താൽക്കാലികമായി നിയമിക്കുന്നു. 4 ഒഴിവുകളാണുള്ളത്. 700 രൂപയാണ് ദിവസവേതനം. അപേക്ഷകർക്ക് 7ാം ക്ലാസും കേരള സ്റ്റേറ്റ് പോർട്ട് ഹാർബർ റൂൾ പ്രകാരമുള്ള ബോട്ട് ഡ്രൈവർ ലൈസൻസ് അല്ലെങ്കിൽ MMD ലൈസൻസും ഉണ്ടായിരിക്കണം. പ്രായം 18-നും 35-നും മധ്യേ. 45 വയസ്സിന് താഴെയുള്ള എക്സ് സർവീസുകാർക്കും അപേക്ഷിക്കാം. 2 കണ്ണിനും പരിപൂർണ കാഴ്ചയുണ്ടായിരിക്കണം. നീന്തൽ പരിചയവും വേണം. അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ആഗസ്റ്റ് 5-നകം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. സമഗ്ര ശിക്ഷാ കേരളം ആലപ്പുഴ ജില്ലയിലെ വിവിധ BRCകളിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ BRC ട്രെയിനർമാരെ നിയമിക്കുന്നു. 3 ഒഴിവാണുള്ളത്. അപേക്ഷകൾ നേരിട്ടും തപാൽ മുഖേനയും നൽകാം. യോഗ്യതയും മറ്റു വിവരങ്ങളും അറിയുന്നതിന് ssa.alapuzha.blogspot.com എന്ന ആലപ്പുഴ ബ്ലോഗ് സന്ദർശിക്കുക. അവസാന തീയതി ഓഗസ്റ്റ് 5. ഫോൺ 0477 2239 655. സമഗ്ര ശിക്ഷാ കേരളം ആലപ്പുഴ ജില്ലയിലെ BRCയിൽ നിലവിലുള്ള അക്കൗണ്ടന്റ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച ഓഗസ്റ്റ് 2-ന് രാവിലെ 10-ന് SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്ററുടെ ഓഫീസിൽ നടക്കും. യോഗ്യത BCom, ഡബിൾ എൻട്രി സിസ്റ്റത്തിലും അക്കൗണ്ടിംഗ് പാക്കേജിലും പരിചയം. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ രേഖകളുമായി എത്തേണ്ടതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.